അസ്സലാമു അലൈക്കും. ഒരു 2-3 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ സവാളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇന്നൊരു സ്നാക്സ് ഐറ്റമാണ് നമ്മൾ തട്ടുകടയിലൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ അതിലും ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഉള്ളിവടയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 3 വലിയ സവാള എടുത്ത് അത് നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുവിധം കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത്രയ്ക്കങ്ങ് കനം കുറഞ്ഞ് പോകേണ്ട കാര്യമില്ല. നമ്മൾ ബിരിയാണിക്കൊക്കെ വറുക്കുന്ന പോലുള്ള കനം കുറവൊന്നും വേണ്ട. അതിലും ഒത്തിരി കൂടെയൊക്കെ കനം കൂട്ടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കുമ്പം എരിവില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ചേർക്കുന്നത്. പിന്നെ ഒരല്പം കായപ്പൊടി. ഇതൊന്നും അളവ് പറയുന്നില്ല, ഇതൊക്കെ നമുക്കൊരു കൈയളവിന് തന്നെ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ റംസാനൊക്കെ വരാൻ പോകുമല്ലേ, അപ്പോൾ നമുക്ക് സ്നാക്സൊക്കെ ഒരുപാട് ആവശ്യമുണ്ട്. വീട്ടിൽ തന്നെ ചെയ്ത് കഴിക്കുന്നതാണ് പലതും നല്ലത്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ഉള്ളിവട. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ആ ഉള്ളിയുടെ ഒരു വെള്ളത്തിൻ്റെ ഒരു മയം ഉണ്ടല്ലോ, അതിലിട്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കുക. നന്നായിട്ട് ഞെരടണം. നമ്മുടെ ഇട്ടിരിക്കുന്ന മുളക് പൊടി മസാലയൊക്കെ നമ്മൾ നന്നായിട്ട് ഇതിനകത്തോട്ടൊന്ന് ഞെരടി പിടിപ്പിക്കണം. അപ്പോൾ ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ട് ഞെരടി പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അതിന് ശേഷം നമ്മളിതിലേക്ക്, എൻ്റെ വീഡിയോ മിസ്സായിപ്പോയി, ഞാൻ കടലമാവും അരിപ്പൊടിയും കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് ആ വീഡിയോ എനിക്ക് ഇതിൽ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ദാണ്ട കടലമാവ്, അരിപ്പൊടി, പിന്നെ മല്ലിയില കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില. ഈ മല്ലിയിലയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കറിവേപ്പില കട്ട് ചെയ്തതായാലും മതി. കറിവേപ്പില എപ്പോഴും നമ്മുടെ വീടുകളിൽ കാണുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ഈ ഉള്ളിൽ നിന്നും ഒക്കെ ഇറങ്ങി വന്ന ആ വെള്ളത്തിലാണ് നമ്മൾ ഈ മാവുകൾ കുഴച്ചെടുക്കുന്നത്. വീണ്ടും നമുക്കിതൊന്ന് 10 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ ആ മാവൊക്കെ ഇതിനകത്തൊന്ന് പിടിച്ച് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു ഇരുമ്പ് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ വെച്ച് പൊരിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. എണ്ണയൊക്കെ ഏത് എടുക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് അപ്പോഴത്തേക്കും നല്ല സെറ്റായി വരും. ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. പിന്നെ കയ്യിലെടുത്ത് കൈ കൊണ്ട് തന്നെ ഒന്ന് സെറ്റാക്കി ഉള്ളിവടയുടെ ഒരു ഷേപ്പ് വരുത്തി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിൽ തന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എണ്ണയോ വെള്ളമോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്കിത് കയ്യിൽ നിന്ന് തന്നെ ഒരു ഷേപ്പാക്കി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിവടയുടെ ഷേപ്പ് തന്നെ നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് എണ്ണയൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാനൊരു 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയായി വരുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഉള്ളിവടയുടെ റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റംസാനൊക്കെ വരുമ്പം ഒരുപാട് പലഹാരങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ എണ്ണയിൽ വറുത്തത് മാത്രം കഴിക്കാൻ നിൽക്കേണ്ട. അപ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തതും പുഴുങ്ങിയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. കാരണം എണ്ണ പലഹാരങ്ങൾ കൂടുതൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ കുട്ടികൾക്കൊക്കെ ഏത് പലഹാരങ്ങൾ കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതൊക്കെ ധാരാളം ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോലുള്ളവർക്ക് നമ്മൾ പുഴുങ്ങിയൊക്കെ എടുത്ത് കഴിക്കുന്ന റെസിപ്പീസുകൾ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഏതാണ്ട് ഒരു ട്രിപ്പിട്ട ഉള്ളിവട നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ബാക്കിയും കൂടെ ഇതേപോലെ കയ്യിൽ വെച്ച് തന്നെ പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ തട്ടുകടകളിൽ നിന്നും ചായക്കടകളിൽ നിന്നും ഒക്കെയുള്ള ഈ പൊരിപ്പ് ഐറ്റംസൊക്കെ വാങ്ങിക്കുന്നത് വളരെ അങ്ങ് കുറയ്ക്കുന്നതാണ് നല്ലത്.
കാരണം അവരൊക്കെ പല പ്രാവശ്യം ഉപയോഗിച്ച എണ്ണയിലായിരിക്കും ഇതൊക്കെ ചെയ്തു തരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. അപ്പം വെളിച്ചെണ്ണ ചെയ്യാൻ പറ്റുന്നവർക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ചുകൂടെ നമുക്ക് മണവും രുചിയൊക്കെ കിട്ടുന്നതാണ്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ള മാവും കൂടെ നമ്മൾ ഇതുപോലെ എല്ലാം കയ്യിലെടുത്ത് ഓരോ ഉരുളയായിട്ട് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണയിലിടുമ്പോൾ നമ്മുടെ കൈയൊന്നും പൊള്ളാതെ സൂക്ഷിക്കണം. കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മാറി നിന്ന് കൈയൊക്കെ ഒന്ന് ദൂരത്തോട്ടൊക്കെ ആക്കി വേണം ഇതിട്ട് കൊടുക്കാൻ. കയ്യിലൊന്നും എണ്ണ തെറിക്കാതെ നോക്കണം. നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് നമ്മളിത് വീട്ടിൽ ചെയ്ത് കഴിക്കുമ്പോൾ. നല്ല കരികരിപ്പും നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ടും ഒക്കെ ഇരിക്കുന്ന രീതിയിലാണ് എനിക്ക് ഈ ഉള്ളിവട കിട്ടിയത്. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഉള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ മാത്രമേ നമ്മൾ അതിനനുസരിച്ച് മാത്രമേ മാവ് ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ ഞാൻ കടലമാവും അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്ല നമുക്ക് അരിപ്പൊടിയില്ല, അരിപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ചേർക്കാവുന്നതാണ്. കോൺഫ്ലവർ ചേർത്താലും നല്ല കരികരിപ്പോടെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ല ഈ അരിപ്പൊടിയും ഇതും കടലമാവും ഒക്കെ ചേർത്തപ്പോൾ തന്നെ നല്ല കരികരിപ്പായിട്ടാണ് നമുക്ക് ഈ ഉള്ളിവട കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ല രീതിയിലാണ് നമുക്ക് ഈ ഉള്ളിവട കിട്ടിയത്. വളരെ എന്താ പറയുക, നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റുമായിരുന്നു. നമ്മൾ ഇതിനകത്ത് മല്ലിയിലയും നമ്മൾ ഈ കറിവേപ്പിലയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ ചവച്ചരച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉള്ളിവട ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഉള്ളിവടയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. വളരെ കുറച്ച് സവാള മാത്രം മതി നമുക്ക് ഒരു നേരം കഴിക്കാനുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ. ഞാനിപ്പം ഒരു 3 സവാളയെ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് തന്നെ നമുക്ക് ഇത് ഇപ്പോൾ 7-8 ഉള്ളിവട കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്നെ നമുക്കത് അധികമായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കാതെ ഉപ്പൊന്ന് നോക്കി നമ്മൾ മാവൊക്കെ ഒന്ന് കുഴച്ച് കഴിയുമ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ആദ്യം തന്നെ ചേർത്ത ഉപ്പ് കറക്റ്റായിരുന്നു. അതുകൊണ്ട് പിന്നെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ വളരെ സ്വാദിഷ്ടവും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഉള്ളിവടയാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ രീതി ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഉഴുന്നുവട, ഉള്ളിവടയൊക്കെ നമ്മുടെ അമ്മമാർ പണ്ട് മുതലേ ചെയ്തു തരുന്ന പലഹാരങ്ങളാണ്. പരിപ്പ് വട ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാടൻ പലഹാരങ്ങളാണ്. അപ്പോൾ ഈ നാടൻ പലഹാരങ്ങളുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്ത് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. അപ്പം വേണ്ട ഈ ഉള്ളിവട ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉള്ളിവട എത്രത്തോളം ഉള്ളിൽ സോഫ്റ്റും വെളിയിൽ നല്ല കരികരിപ്പോടെ ഇരിക്കുന്നതാണെന്ന്. വളരെ നല്ല അടിപൊളിയായിട്ടുള്ള ഉള്ളിവടയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.